വ്യാജ ഏറ്റുമുട്ടൽ തന്നെയാണ്, ഒരു നാടകം തന്നെയാണ്. അവകാശവാദങ്ങൾ നേരത്തെയും പരസ്പരം ഉന്നയിച്ചിരുന്നു. അത് അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ രണ്ടു കൂട്ടരും സമ്മതിക്കുകയാണ്. ദേശീയപാത നിർമ്മാണ വേളയിൽ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കേരളത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ പാത നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അക്കാര്യത്തിലാണ് ഇവർ കൃത്യമായ ഉത്തരം പറയേണ്ടത്. സമാന്തര പാത നിർമ്മിച്ചില്ലല്ലോ. സമാന്തര റോഡ് ഷോ ഒക്കെ എളുപ്പമാണ്. അതൊക്കെ ഒരു ഇലക്ഷൻ ഗിമ്മിക്സാണ്. നാടകം തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം, കേരളത്തിൽ CPM-ഉം BJP-യുമായിട്ട് ധാരണയാണ്. കേന്ദ്ര സർക്കാരും പിണറായി സർക്കാരുമായിട്ട് ഒത്തുകളിയാണ്. ആ ഒത്തുകളിയുടെ മറ്റൊരു രംഗമാണ് ഇന്ന് നമ്മൾ വീക്ഷിച്ചത്. ഇതിലൊക്കെ ഫെഡറൽ തത്വം എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഗവൺമെൻറ് പല പരിപാടികൾ നടത്തുമ്പോൾ ഈ തത്വങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ലല്ലോ. ഒരുപാട് ഉദാഹരണങ്ങളില്ലേ. പക്ഷേ എന്നാൽ ഏത് സർക്കാർ പരിപാടിയിലും ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുന്നതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കവും മര്യാദയും. ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. ഇപ്പോൾ AICC-യിലെ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഞാനും പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞിട്ട് രാഹുൽജി, ഖാർഗെജി, KC വേണുഗോപാൽ ഇവരെല്ലാം പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമുണ്ട്. അതിന് ഞങ്ങൾ പങ്കെടുക്കും. ഇല്ല, എല്ലാം ചർച്ച ചെയ്യും. ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അത് ഞങ്ങൾ ഇന്നത്തെ രാത്രിയിലെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കും.